ഇക്ബാൽ ഉണ്ട് നമുക്കൊപ്പം പാലക്കാട് നിന്നും. ഇക്ബാൽ, ആ സംഘത്തിലുള്ള പോലീസുകാരെയൊക്കെ ഇക്ബാലിന് അറിയാമെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പോലീസുകാരെയാണ് KPM റീജൻസിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടുന്നതിന് വേണ്ടി നിയോഗിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരം ചോരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നീക്കമായിരുന്നു അല്ലേ? അരുൺകുമാർ, തീർച്ചയായും പോലീസ് പഴുതടച്ച നീക്കം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് പാലക്കാട് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോൾ ആ ദൃശ്യങ്ങളിൽ ഉള്ളത് പാലക്കാട് ഷൊർണൂർ DVSP ആയിട്ടുള്ള N മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. അതിനോടൊപ്പം തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഷൊർണൂർ DVSPയുടെ സംഘത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സാരഥിയായിട്ടുള്ള ആനന്ദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഹേമലത, അതുപോലെ തന്നെ മറ്റ് SIമാർ, 2 CPOമാർ ഉൾപ്പെടെ ആ കസ്റ്റഡിയിൽ എടുക്കുന്ന സംഘത്തിലുണ്ട്. ഇവർക്കൊപ്പമാണ് SIT സംഘം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലക്കാട് KPM ഈ റീജൻസിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി എത്തുന്നത്. 12 മണിയോടുകൂടിയാണ് ഈ പോലീസ് സംഘം ഈ KPM റീജൻസിയുള്ള റോബിൻസൺ റോഡ് മേഖലയിലേക്ക് വരുന്നത്. ഇതിൽ തന്നെ ഷൊർണൂർ DVSPയുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SI ഹേമലതയുടെ നേതൃത്വ സംഘവും വന്നുള്ള ആ വാഹനം മാത്രം ഈ KPM റീജൻസിയുടെ ഈ പാർക്കിംഗ് മേഖലയിലേക്ക് വരുന്നു. മറ്റ് 2 വാഹനങ്ങൾ അതൊരു പക്ഷേ SIT വന്നിട്ടുള്ള സംഘത്തിന്റെ വാഹനങ്ങളായിരിക്കും. അത് പാലക്കാട് പ്രസ് ക്ലബിന് മുന്നിലും മറ്റൊരു വാഹനം ഈ KPM റീജൻസിനെ എതിർവശത്തുള്ള SBI ബാങ്കിന്റെ ഭാഗത്തും നിർത്തുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തുന്നത്. SITയിലെ 2-3 ഉദ്യോഗസ്ഥർ KPM റീജൻസിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർ രാഹുൽ താമസിച്ച അതേ നിലയിൽ തന്നെ മറ്റൊരു മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി തന്നെ രാഹുലിന്റെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും അവർ നിരീക്ഷിക്കുകയായിരുന്നു. രാഹുലിന്റെ കൂടെ MLA ഓഫീസിലെ ജീവനക്കാരില്ല എന്നുള്ളത് അവർ ഉറപ്പിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ രാഹുലിനൊപ്പം ഉണ്ടാവാറുള്ളത് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫസലും അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ള ആൽവിനുമാണ്. ഇവർ ഇന്നലെ ഇല്ല എന്നുള്ള കാര്യം ഈ സംഘം കണ്ടെത്തുന്നു. അതിനുശേഷം പിന്നീട് ഇവിടെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഷൊർണൂർ DVSPയുടെ നേതൃത്വ സംഘത്തിന് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവനും KPMന്റെ ഈ കാണുന്ന പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കയറിപ്പോയി രാഹുൽ താമസിച്ചിരുന്ന 2002 എന്ന് പറയുന്ന മുറിയിലേക്ക് എത്തുകയും പിന്നീട് രാഹുലിന്റെ കസ്റ്റഡി അത് അതിവേഗം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 15 മിനിറ്റിനകം തന്നെ ഈ കസ്റ്റഡി നടപടി പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തു പോകുന്നു. ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തുന്ന വിവരം വന്ന് അല്പസമയത്തിന് ശേഷം തന്നെ നമ്മൾ ഈ സമയം കൃത്യമായി തന്നെ നൽകിയാണ്. 12:15 കൂടിയാണ് കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അകത്തു പോകുന്നത്. ശേഷം 12:30 തന്നെ 15 മിനിറ്റ് സമയം കൊണ്ട് രാഹുലിന്റെ കസ്റ്റഡി നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയായിരുന്നു. അരുൺകുമാർ, എടുത്തു പറയേണ്ടത് നേരത്തെ 2 അതിജീവിതന്മാർ പരാതി നൽകിയ സമയത്തും രാഹുൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ എല്ലാം വലിയ രീതിയിൽ പരിഹാസം പോലീസിനെതിരെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. വലിയ PR വർക്ക് പോലീസിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഇതാ കൃത്യമായി പണിയെടുത്തുകൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള അവരുടെ നീക്കങ്ങളിലൂടെ ഒരു വിവരവും ചോരാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിലാക്കിക്കൊണ്ട് പാലക്കാട് നിന്ന് പുഷ്പം പോലെ കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. ഒരാൾക്കും ഒരു രീതിയിലും ഒരു പ്രതിഷേധം പോലും നടത്താൻ വേണ്ടി സാധിച്ചില്ല. രാഹുൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിജീവിതന്മാരെല്ലാം പരാതി നൽകി നിൽക്കുന്ന സമയത്തും വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് സുൽത്താൻപേട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് രാഹുലിനെ പൂച്ചെണ്ട് നൽകിക്കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ സ്വീകരിച്ചത്. വിജയിച്ച ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ നേരെ പോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് എത്തി രാഹുലിനെ കാണാൻ വേണ്ടിയായിരുന്നു. DCCയിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം ആ കോൺഗ്രസിന്റെ കൗൺസിലർമാർ ചെയ്തത്. അവരെല്ലാം ഒരുപക്ഷെ ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം പാലക്കാട്ടേക്ക് വരുന്നുണ്ട്, KPMലേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പോലീസിന് ഇത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. അവരെല്ലാം ഒരുപക്ഷെ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. അതെല്ലാം പോലീസ് കൃത്യമായി തന്നെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഒരു വിവരവും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒരു രീതിയിലും രാഹുൽ ഒരു വാഹനത്തിലും ഇനി തമിഴ്നാട് വഴിക്ക് ബാംഗ്ലൂരിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് രാഹുലിന്റെ കസ്റ്റഡി അതിവേഗം പൂർത്തീകരിക്കുന്നത്. 3 വാഹനങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥർ 15 മിനിറ്റും കൊണ്ട് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പെട്ടെന്ന് തന്നെ പാലക്കാട് ജില്ല വിടുന്നു. പാലക്കാട് ജില്ലാ അതിർത്തി കടന്നു പോയതിനു ശേഷം മാത്രമാണ് പാലക്കാട് തന്നെയുള്ള മറ്റു ഉദ്യോഗസ്ഥർക്ക് ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ വിവരം തന്നെ അറിയുന്നത്. അത്രയും സസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. ഓരോ ചുവട് വെക്കുമ്പോഴും പോലീസ് കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ചാണ് ചെയ്തത്. 12 മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ 3 വാഹനങ്ങളിൽ KPMൽ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ കയറുന്നില്ല. അവർ കൃത്യമായി നിരീക്ഷിക്കുന്നു. അതിനുശേഷം ആരും രാഹുലിനൊപ്പം ഇല്ല. 2002 എന്ന് പറയുന്ന മുറിയിൽ രാഹുൽ ഒറ്റയ്ക്കാണ്. കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നീട് 12:15
കൂടി ഈ ദൗത്യം തുടങ്ങുന്നത്. ആ ദൗത്യം പിന്നീട് 12:30 രാഹുലിനെ ആ നിന്നിരുന്ന വേഷത്തിൽ തന്നെ കൊണ്ടുപോകുന്നവരെ തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് പാലക്കാട് ജില്ലാ അതിർത്തി കഴിഞ്ഞ് ആ വാഹനം നേരെ പത്തനംതിട്ടയിലേക്ക് കുതിച്ചു പായുകയായിരുന്നു അരുൺകുമാർ. ഓക്കെ.